നമ്മളുടെ സംസ്ഥാനത്തെ വിവിധ ധനസഹായ ക്ഷേമ പദ്ധതികൾ നിലയ്ക്കുന്നില്ല. വീണ്ടും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അർഹതയുള്ളവരിലേക്ക് ധനസഹായങ്ങൾ എത്തുകയാണ്. 1000 രൂപയും 2000 രൂപയും എല്ലാം വിവിധ പദ്ധതികളിലൂടെ നമ്മളുടെ അക്കൗണ്ടിലേക്കും കൈകളിലേക്കും സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടി വരികയാണ്. സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതി. നമ്മളുടെ സംസ്ഥാനത്തെ വീട്ടമ്മമാർക്ക് സർക്കാർ നൽകുമെന്ന് പറഞ്ഞിരുന്ന ജനപ്രിയ പദ്ധതിയുടെ ധനസഹായം നിലവിൽ 3 ഗഡുക്കളുടെ വിതരണം നടത്തിയിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് തുടങ്ങിയ മാസങ്ങളിൽ. ഇനി ഏപ്രിൽ മാസത്തെ ധനസഹായ വിതരണം അടുത്ത ആഴ്ചയോടെ തന്നെ ഏപ്രിൽ മാസത്തെ ധനസഹായ വിതരണത്തിന് തുടക്കം കുറിക്കുകയാണ്. 1000 രൂപ വീതമാണ് ധനസഹായം ലഭിക്കുന്നത്. പ്രതിമാസം 1000 രൂപ വീതം. ഇത് നമുക്ക് 60 വയസ്സ് എത്തുന്നത് വരെ ലഭിക്കുന്ന ഒരു സാമ്പത്തിക ധനസഹായമാണ് എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. 31 ലക്ഷത്തോളം വരുന്ന അമ്മമാർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണിത്. BPLO, AVO റേഷൻ കാർഡായിരിക്കണം. 35നും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. മറ്റ് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ വാങ്ങാൻ പാടില്ല. അപ്പോൾ അപേക്ഷ വെച്ചിട്ടുള്ളവർക്ക് അപ്രൂവൽ ആയിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, കൂടുതൽ വേഗത്തിലാണ് ഇപ്പോൾ വെരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിരുന്നതും. അപേക്ഷ വെച്ചവരിൽ 18 ലക്ഷത്തോളം വരുന്ന അപേക്ഷകരിൽ 81,000-ഓളം വരുന്ന ആളുകളുടെ അപേക്ഷ മടങ്ങിയതായിട്ട്, റിട്ടേൺ ചെയ്തതായിട്ട് ഇപ്പോൾ വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട്. സേവന എന്ന് പറയുന്ന പെൻഷൻ വെബ്സൈറ്റിൽ നമുക്ക് നമ്മളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും. ഇവിടെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ്റെ വിവരങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ചാൽ 81,000-ഓളം വരുന്ന അമ്മമാരുടെ അപേക്ഷകൾ തിരിച്ച്, അതായത് മടങ്ങിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കൊടുത്തിട്ടുള്ള രേഖകളിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ വ്യത്യാസമുണ്ടെങ്കിൽ, അതല്ല നമ്മൾ കൊടുത്തിരിക്കുന്ന രേഖകളിലെ പേരുകൾ തമ്മിൽ പൊരുത്തക്കേടുണ്ടെങ്കിൽ, അങ്ങനെ പല കാര്യങ്ങളാൽ ഇനി അപേക്ഷയിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള രേഖകളിൽ ക്ലാരിറ്റി ഇല്ലാത്തത് മൂലം വരെ അപേക്ഷകൾ മടങ്ങാം. അത് ഒരുപക്ഷെ തിരുത്തി കൊടുക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള 81,000-ഓളം വരുന്ന അപേക്ഷകൾ, അതായത് 1 ലക്ഷത്തിനടുത്ത് അപേക്ഷകളാണ് മടങ്ങിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇത് നമ്മൾ തിരുത്തി റീസബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അപ്രൂവൽ ആവുകയുള്ളൂ. അതായത് 1000 രൂപ വീതം നമുക്ക് ലഭിക്കുകയുള്ളൂ. 1000 രൂപ ലഭിച്ചില്ലോ എന്ന് ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുന്നത് കാണാം. പക്ഷേ നമ്മളുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ നിൽക്കാറില്ല. തീർച്ചയായിട്ടും സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് തിരയുന്നതിന് വേണ്ടി സാധിക്കും. നമ്മളുടെ പെൻഷനർ ID അറിയാമെങ്കിൽ ആ ID ഉപയോഗിച്ച്, അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം. ഇവിടെ എല്ലാ വിവരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇനി അത് മാത്രമല്ല, കഴിഞ്ഞ മാസങ്ങളിൽ 1000 രൂപ ലഭിച്ചവർക്ക് ഏപ്രിൽ മാസത്തെ ഗഡുവായിട്ട്, അതായത് ഓരോ മാസവും പെൻഷൻ പോലെ തന്നെയാണ് തുക വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത ഗഡു അത് ഏപ്രിൽ മാസം അടുത്ത ആഴ്ചയോടെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. നിലവിൽ ഇലക്ഷനും പശ്ചാത്തലങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് എല്ലാ മാസങ്ങളിലും ലഭിക്കുന്ന ധനസഹായത്തിനൊന്നും ഒരു മുടക്കവും വരില്ല. അത് സാധാരണ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കും. അതുമാത്രമല്ല, പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നെങ്കിലും ഇത്തരം പദ്ധതികൾ നിർത്താറില്ല. അത് തുടരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ധനസഹായം ഉണ്ടായിരിക്കുകയും ചെയ്യും. കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ലഭിച്ചവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ലഭിക്കാത്തവർ സ്റ്റാറ്റസ് എത്രയും വേഗം പരിശോധിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നതുമായി സംബന്ധിച്ചും നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.